പാലപ്പമായിരുന്നു കേട്ടോ ഇന്നത്തെ ഓർഡർ. പക്ഷെ പാലപ്പം ഉണ്ടാക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ നടുക്കൊഴിച്ചതിന് ശേഷം ചുറ്റിക്കൂല്ലേ. അപ്പോൾ ഈ രീതിയിൽ പാലപ്പം ചുട്ടവരുണ്ടോ? ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ട സൈഡിൽ ഒഴിച്ചിട്ട് ചുറ്റിക്കുമ്പോൾ നടുക്ക് കനമില്ലാത്ത രീതിയിൽ നമുക്ക് പാലപ്പം കിട്ടും. പാലപ്പം കഴിക്കാൻ രണ്ട് രീതിയിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അല്ലേ. സോഫ്റ്റായിട്ട് ഇതേപോലെ പാലപ്പം കഴിക്കാൻ ഇഷ്ടമുണ്ടോ? ഈ സോഫ്റ്റ് പാലപ്പത്തിൽ നമുക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ്. ചിലവർക്ക് അരികു ഇങ്ങനെ ഇതേപോലെ മൊരിഞ്ഞിട്ട് കഴിക്കാനാവും ഇഷ്ടം. അപ്പോൾ ഇതൊരു ഫങ്ഷൻ്റെ ഓർഡർ ആയിരുന്നു കേട്ടോ. ഈ പാലപ്പം അവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് നല്ലൊരു കോമ്പിനേഷനായിട്ട് ഞാൻ കൊടുത്തത് ചിക്കൻ ഇഷ്ടു ആയിരുന്നു, അതും കൊടുത്തിരുന്നു. പിന്നെ ക്രീമി പാസ്ത, സാലഡ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആഡായിട്ട് എൻ്റെതായൊരു സ്പെഷ്യൽ സാലഡായിരുന്നു. അത് നമുക്ക് കഴിക്കുമ്പോൾ സ്പൈസിയും സ്വീറ്റും ക്രീമി ടെക്സ്ചറും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സാലഡ് തീർച്ചയായും ഇഷ്ടപ്പെടും. കൊടുത്തവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഫുഡുകൾ ഹോംലി ടേസ്റ്റോടെ നിങ്ങൾക്ക് ഷബാനാസ് കിച്ചണിൽ ഓർഡർ ചെയ്യാം കേട്ടോ.